ഉമ്മ എനിക്ക് മതി. കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, അത് കഴിക്കി നോട്ടെ. ഇത്രയും തേക്കുട്ടി കഴിക്കി, ബാക്കി ഉമ്മ വായിച്ചോളാം. പ്ലീസ് ഉമ്മ, എനിക്ക് വേണ്ട. ദിയ, വെള്ളം കുടിക്കൽ നിർത്തി ആദ്യം. എടോ അവൾക്ക് എരിയുന്നുണ്ടാവും, മതിയെങ്കിൽ വിട്ടേര്. ഫുള്ളായോ? ആ പോപ്കോൺ മേടിച്ചു കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ. എക്സ്ക്യൂസ് മീ. 1 second, sir. Yes? Bill, please. Okay. Could you pack this for us, please? Sure, ma'am. Thank you. Anything more, sir? Yeah, bring 3 butterscotch also. Okay. എനിക്കൊന്നും വേണ്ട. Make it 2. Yes, sir. ഞങ്ങൾ കഴിച്ചോളാം. ഉമ്മച്ചി പിണങ്ങി. ഹലോ, ഞാനാ നിസാമ. നിസാമിക്ക സംസാരിക്കേ. പറ നിസാമിക്ക. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു. ഞാനിപ്പോൾ വീട്ടിലാർക്ക് എന്തെങ്കിലും പറ്റുമോന്ന്. മോളെ, എനിക്ക് പയ്യൻ ഏതാന്നാ മനസ്സിലാവാത്തത്. ഇനി ചിലപ്പോൾ കണ്ടറിയായിരിക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ? പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ. ഞാൻ കൊടുത്തോളാം. നാട്ടിൽ ചെന്നിട്ട് സൗകര്യം പോലെ വന്നാൽ മതി. അങ്ങോട്ടിരുന്നോ. ഇതും കൂടെ അത് കുഴപ്പമില്ലടോ, അധികം നിൽക്കണ്ട, ഇരിക്കേ. വാ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. മാത്രമല്ല എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം നിസാമിക്കാനെ വിളിച്ചത്. അതൊന്നും സാരല്ലടാ. നല്ല പെയിൻ ഉണ്ടോ? കാല് തറയിലൂത്തുമ്പോൾ നല്ല വേദനയുണ്ട്. ഓ, തന്നെ ഇടിച്ചിട്ട് പോയ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല, പറ്റിയില്ല. അവന്മാർ വിട്ടടിച്ച് പോയി. എടാ, ഈ പറഞ്ഞ മാരത്തള്ളി ഇല്ലേ, അത് ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി ഫോൺ സെർച്ച് ചെയ്യാട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആദ്യം റിങ് ചെയ്തായിരുന്നു, പിന്നെ ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. അത് പോയി. അപ്പോൾ പാർട്ടി ഓഫീസിൻ്റെ സൈഡിലുള്ള ഗ്രൗണ്ട് പോയില്ലേ? അവിടെ ഇപ്പോൾ ഒരു വില്ലയാണ്. ഓ, പണ്ട് നിസാമൊക്കെ പാർട്ടിയിൽ ആക്റ്റീവ് ആവുന്നവരെ ഞങ്ങൾ സ്ഥിരം അവിടെയായിരുന്നു. വാടോ. ശ്രീ, 2 minutes. ഞാൻ റൂമൊന്നും റെഡി ആക്കാം. വാടാ. ഇരിക്കടോ. വാ വാ റാംബോ, വാ വാ. വാടാ വാടാ വാടാ. എടോ, ഇതൊന്ന് നോക്കിയേ. നിനക്ക് ഓക്കെ ആയിരിക്കും. നാദി, സെറ്റല്ലേ? ആ, നല്ല ക്ഷീണം കാണൂ അല്ലേ? കിടന്നോ, ബാക്കി നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാദി, എന്നാലും ഒരാവശ്യം വന്നപ്പോൾ നിസാമ നമ്മളെ വിളിച്ചില്ലേ? അത് മതി, എല്ലാം ശരിയാവും. ഹായ്, ഗുഡ് മോർണിംഗ് അങ്കിൾ. ആരും അത്? അത് ദിയക്കുട്ടിയുടെ ഒരു അങ്കിളാ. നിസാമങ്ങളാണോ? അല്ലടാ, ഇത് വേറൊരു അങ്കിൾ, മറഡോണ അങ്കിൾ. മറഡോണ. ശ്രീ, ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി, ബൈ. ബൈ. മറഡോണ ഫുഡ് ഒന്ന് എടുത്തോളണേ. ബൈ. ഡോ, ഇത് വേണ്ടേ? അയ്യോ, മറന്നു. ബൈ. ടാറ്റാ. തരാ. നിന്റെ ഫുട്ബോൾ കളിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഏയ്, ഇപ്പം അതൊന്നുമില്ല. അപ്പൊ നീ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഉമ്മ ഒറ്റയ്ക്കാവില്ലേ? ഉമ്മയ്ക്ക് അങ്ങനെ വയസ്സായിട്ടൊന്നുമില്ലല്ലോ. മാത്രമുള്ള ആൾക്കാർ നല്ല ആൾക്കാരാ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ശ്രീയേട്ടാ, പഴയ ഫോൺ വല്ലൊരിപ്പുണ്ടാവോ?
എടാ ഒരു പഴയ നോക്കിയ ഫോൺ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ ഷെൽഫിൽ വരുന്നിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ആ അതപ്പോൾ എടുത്തുതരാം. ദിയാ ഓരോ കുറച്ച് ദിയാ 10 മിനിറ്റ് കൂടി ഉള്ളോട്ടോ, അത് കഴിഞ്ഞ് ഓഫ് ചെയ്തേക്കണം. എടാ നിനക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ അങ്ങനെ വെച്ച് ആരെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ അല്ലേ? എടോ കല്യാണം കഴിഞ്ഞിട്ട് 8-9 വർഷമായി. ഞങ്ങൾക്കിതൊരു ഹണിമൂണൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഇപ്പോഴല്ല ഒത്തു വന്നത്. അപ്പോൾ മറ്റന്നാൾ ഒരു ട്രിപ്പ് പോകാനാണ് ഞങ്ങളുടെ പരിപാടി. ഓ ഡൽഹി, കുളു, മനാലി, ഷിംല അങ്ങനെ. ആഗ്ര. ആ ആഗ്ര. അങ്ങനെ ഒരു 1 വീക്ക് ട്രിപ്പ്, അത്രേ ഉള്ളൂ. ഞാനെന്നാ എൻ്റെ ഫ്രണ്ടിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എടോ താനിവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മോളേതാ ആക്ച്വലി റാംബോനെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഹൗസ് സർവീസിനെ ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. പുള്ളി കുറച്ച് ഏജ്ഡ് പേഴ്സണാ, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ തനിക്ക് നാട്ടിൽ പോയാൽ പറ്റുമെങ്കിൽ നോ ഇഷ്യൂസ്, ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? നാട്ടിൽ ചെന്നിട്ട് ഇത് കണ്ട ഉമ്മ ചിലപ്പോൾ സീനാക്കും. നീ ഇവിടെ നിന്നോടാ. അല്ല അപ്പോൾ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാ? ഞാൻ വേണേൽ താഴെ സെക്യൂരിറ്റിയോട് പറയാം. അല്ല വേണ്ട, കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല ചേട്ടാ. ഓക്കെ. റാംബോ നോ നോ. അച്ചായോ അവന്മാരെ എസ്കേപ്പായി വണ്ടി കിട്ടി ഇവിടെ കുനിങ്ങൽ റോഡിൻ്റെ അവിടെ നിന്ന്. ಇಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಏನಾದರೂ ಹೋಮ್ ಸ್ಟೇ ಇದೆಯಾ? ಅವರು 2 ಜನ ಇತ್ತು. ಕ್ಯಾಲಿಕಟ್ನಿಂದ ಒಂದು ಟ್ಯಾಕ್ಸಿನಲ್ಲಿ ಬಂದಿತ್ತು. ಕ್ಯಾಲಿಕಟಿಂದ ಬಂದೆ ಅಂತ ಹೆಂಗೆ ಗೊತ್ತಾಯ್ತು? ಯಲಂದ್ರ ಟ್ರಾವೆಲ್ಸ್ನ ಯಾವಾಗಲೂ ನಮ್ಮ ಹತ್ರನೇ ಬರೋದು. ಏನು ಸರ್, ಏನೋ ಪ್ರಾಬ್ಲಮ್ ಇದೆಯಾ? ചേച്ചി ഈ അൻവർ എവിടെയാ? അൻവറിന്റെ ഉമ്മ നിക്കണേ. ഇവരാ? എന്താ മോനെ? ഒന്നുമില്ല. അച്ഛാ പെട്രോളിന്റെ സഖാവേ ഒരു ജിപ്സി എടുക്കാൻ. മുതലാളി എവിടെയാണ്? നാം ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സ. വത്സൻ നിന്റെ അച്ഛൻ. താങ്കൾ കർണാടകയിലാന്ന് ഈച്ച പറഞ്ഞു. എവിടെയാണാവോ? അതെ, ഞാൻ കർണാടകയിലാണ്. നിസാമുക്കയുടെ പെങ്ങളുടെ വീട്ടില്. അതിനിടയ്ക്ക് കാലം തൊടിഞ്ഞായിരുന്നേ, ക്ലാസ് ട്രിപ്പാണ്. നന്നായി. എൻ്റെ അടുത്ത് ഓടിക്കോളാൻ പറഞ്ഞിട്ട് മുതലാളി നല്ല ബേഷായിട്ട് മേടിച്ചല്ലേ? ഞാനും നല്ല പടം കൊടുത്തിട്ടുണ്ട്. അവൻ ചാവാണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യം. ഈച്ചനെ കൂടെ നാട്ടിൽ അന്വേഷിപ്പിച്ചിരുന്നു. ആ ഈച്ച പറഞ്ഞു. എൻ്റെ ഇപ്പൊ എവിടെയാണ്? കളിയിക്കാവിള. കളിയക്കാവിള. ആ ഇനി എന്താണ് പരിപാടി? കന്യാകുമാരിയിൽ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ, ചിലപ്പോൾ നന്നായാലോ. ആ നല്ലതാ. KK ലോഡ്ജ് എന്നല്ലേ ആ ധ്യാന കേന്ദ്രത്തിന്റെ പേര്? നോക്കിക്കോ. എടാ പിന്നെ എനിക്കിവിടെ ഒരു ധ്യാനം കൂടാനുള്ള സെറ്റപ്പ് ഒക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വേണമെങ്കിൽ ഞാനും വരാട്ടോ. ഓ വേണ്ട, മീനവിലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം. എടാ നിസാമൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ കോഴിക്കോട്ടത്തെ വക്കീൽ കേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു പിടിയില്ല. ഏതായാലും ഇലക്ഷൻ തീരുന്നവരെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതാണ് നല്ലത്. നീ എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കേ? ഓക്കെ മുതലാളി, വേറൊന്നുമില്ലല്ലോ. എന്നാ വിളിക്കടാ. ഓക്കെ. ഈ സുധി എന്ന് പറയണവൻ റണ്ണിങ്ങിലാണ്.
അവൻ്റെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പെരിന്തൽമണ്ണ, എടപ്പള്ളി, കളിയക്കാവിള ഇവിടെ നിന്നുള്ള ATM നിന്നാണ് അവൻ പൈസ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് അവൻ നാഗർകോവിൽ, കന്യാകുമാരി ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക. അരവിന്ദിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റവന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. മൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒന്നുകിൽ മറഡോണ ശ്രുതിയോടൊപ്പം കാണും, അല്ലെങ്കിൽ അവൻ എവിടെയോ സെറ്റിലായിട്ടുണ്ട്. ഞാനെന്തായാലും കന്യാകുമാരി ഭാഗത്തേക്കൊന്ന് പോകുന്നുണ്ട്. ബിജു, എല്ലാവരും അപേക്ഷ ഒരുമിച്ചാണ്. മാർട്ടിൻ, ഇലക്ഷന്റെ പ്രഷർ കയറുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അറിയാം. എനിക്ക് ഒന്നുകൂടി മൈസൂർ വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ ജയന് സാവിത്രി മാത്രമേ ഉള്ളൂ. മാർട്ടിൻ വിളിച്ചാൽ മതി. ആ നിസാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു? അവൻ പക്കാ പാർട്ടിക്കാരനാ, നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. സംശയിക്കേണ്ടതായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിസാമിൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ മറഡോണ അവൻ്റെ അന്ത ബന്ധമെന്നല്ലേ പറഞ്ഞ്? അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഒരു ബന്ധു, അത്രേ ഉള്ളൂ. പിന്നെ അവൻ്റെ പെങ്ങളൊരുത്തനോട് ഒളിച്ചോടി പോയിട്ട് ഒരു കൂട്ടുകാരൻ്റെ കൂടെ, ഹിന്ദു ചെക്കൻ. അതിൽ പിന്നെ അവളെ വീട്ടിൽ കയറ്റിയിട്ടില്ല, അവർ വന്നിട്ടുമില്ല. അവർ ബാംഗ്ലൂരാ. കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ലൂപ്പോൾസും വേണ്ട, അവിടെ തപ്പാൻ പറ. ഓക്കെ, ഡൺ. സെക്യൂരിറ്റി 10B തന്നെയല്ലേ പറഞ്ഞു? ആ ആൻസർ പറടാ. ഇവിടെ ആരുമില്ലടാ, കുറച്ച് ദിവസമായി ഫ്ലാറ്റൊക്കെ പൂട്ടിക്കിടക്കുക. ആ ഓക്കേടാ. എന്താ ഇവിടെ നടക്കണേ? കള്ളക്കടത്താണോ? ആ നായിക എത്തിയാ? ഇന്ന് ലേറ്റ് ആണല്ലോ. എക്സാം ഫീ അടിക്കാൻ പോയതാ. ജോലിയൊക്കെ ആയില്ലേ? ഇനി എന്താ എക്സാം? ഞാനേ ആക്ച്വലി BSc നഴ്സാ. ഓക്കെ. ഞെട്ടിയോ? ഇല്ല. ഇല്ലേ? ഡാ, ഞാൻ വലിയ ഹോസ്പിറ്റലില് വലിയ നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട പെണ്ണാ. ഒരു 4 പേപ്പറും കൂടി കിട്ടാനുണ്ട്. ബാക്കിയെല്ലാം കിട്ടി. പക്ഷേ ഇതറിഞ്ഞൂടാത്ത അപ്പച്ചന് മാസം കാശ് അയച്ചു കൊടുക്കണം.
അതിനാണ് ഈ പാർട്ട് ടൈം പരിപാടി. ഓ അപ്പൊ ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയാണല്ലേ? അയ്യേ, ഉത്തരവാദിത്വമൊന്നുമില്ല. പാസ്സായിട്ടില്ലെന്ന് അപ്പച്ചൻ അറിഞ്ഞാ വെട്ടിക്കറി അടുപ്പത്ത് വെക്കും. +2 കഴിഞ്ഞ് ജീനിയും ജോളിയും നഴ്സിംഗിന് പോവാന്ന് പറഞ്ഞപ്പോ എനിക്കും പോണെന്നും പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. മാനം കാക്കണ്ടേ? കാലൊക്കെ റെഡി ആയിട്ട് നാട്ടിൽ പോകുമ്പോ തിരുവല്ല വഴിക്കൊന്നും പോണം. അയ്യടാ, ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ. അതിനുള്ളൊക്കെ ഞാൻ പാസ്സാവും. ഇപ്പൊ വരാം. എന്തു പറ്റി? ഹലോ, ഇനി എന്നെ പറ്റി മൂത്രമൊഴിക്കോ? നീ മൂത്രമൊഴിക്കടാ. മർഡോണ. ഓ എടോ സോറിടോ. ഹലോ ഹലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് വെളുപ്പിന് 3 മണിക്കല്ലേ? ആകെ ഒരു ബഹളായിരുന്നു. ഞാൻ കരുതി ഇവളെടുത്ത് വെച്ചിട്ടുണ്ടാവുന്നു, ഇവള് കരുതി ഞാനും. അങ്ങനെ കൺഫ്യൂഷൻ. കുഴപ്പമില്ല ശ്രീയേട്ടാ, ഞാനും റാംബോ കൂടെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. റാംബോ ഹേ കുഴപ്പമൊന്നുമില്ല. അല്ല നീ എങ്ങനെ ഒരാഴ്ച മാനേജ് ചെയ്തേ? ഇവള് ഒരു ദിവസം മാറിയാൽ തന്നെ എനിക്ക് ഇറിറ്റേഷനാ. വേണമെന്ന് വെച്ചൊന്ന് പുറത്തിറങ്ങാനാണോ പാട്? പിന്നെ ഞങ്ങളാ ട്രിപ്പ് പിടിച്ച് അങ്ങോട്ട് പോയി. പ്ലീസ് നോ പ്ലീസ്. നോ. ഓക്കെ, ഐ ആം ഗോയിങ്. ഗോയിങ്ങോ? ഡാ പ്ലീസ്. ഓക്കെ, ഓൺലി 2 minutes. Only 2 more minutes. Oh. Yesterday holiday, what program? Yesterday, I wake up early in the morning. Gina, Jolly and myself went to church for Sunday Mass. We eat breakfast. Sorry, eat later. We had breakfast from a hotel. Then we went to Reshma's home for the function. There we had a lot What function? Reshma's child's... Reshma's child's... What function? പുല്ല്. ഈ ചരടിന് എന്തോട് ഇംഗ്ലീഷ് പറയുന്നേ? ആ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇംഗ്ലീഷ് നടപടിയാണോ കേസല്ല, നമുക്ക് മലയാളം മതിയെന്നേ. ഹലോ, ഇംഗ്ലീഷ് പഠിക്കല്ലേ? ദാ പുള്ളിനെ സംസാരിച്ചാൽ മതി. പുള്ളിനെ കണ്ടാലറിയാം മുടിഞ്ഞ ഇംഗ്ലീഷാണെന്ന്. അയ്യോ, അതൊന്നും പറ്റൂല. നമ്മളെക്കാളും കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവരോട് സംസാരിച്ചാലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓഹോ. ഡാ, ഞാൻ പറഞ്ഞിട്ടില്ലേ മണിപ്പാലിൽ എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലോസ് ഫ്രണ്ട് അപർണ. ഓപർണ. ബംഗാളിൽ എങ്ങനെ പറയണേ? വെക്കേഷന് ഞാൻ അവളുടെ കൂടെ അവിടെ നാട്ടിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടു മെട്രോ സിറ്റി ആയതുകൊണ്ട് എന്തോ കൊൽക്കട്ട എനിക്ക് വല്ലാണ്ട് ഇഷ്ടായി. പിന്നെ പോയത് അവളുടെ കല്യാണത്തിനാ. എനിക്കെന്തോ അവിടെ സെറ്റിലായി കൊള്ളാവുന്നുണ്ട്. അവൾ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുവാ. ആ, സപ്ലൈ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം. ഓ ഓക്കെ. അതെ, ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു, റിപ്ലൈ ഒന്നും കണ്ടില്ല. അതിന് റിപ്ലൈ ചെയ്തല്ലോ. മർഡോണ. ഓ ചേട്ടാ. എടോ പ്ലാസ്റ്റർ എടുത്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് വെള്ളം നനയ്ക്കണ്ട കേട്ടോ. ആ ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ ബാംഗ്ലൂർക്ക് വരികയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എന്തായാലും ഇത്ര ദിവസം ആയില്ലടോ. ഉമ്മച്ചിയോടൊക്കെ നാരി വിളിച്ചു പറഞ്ഞോളൂ. അല്ലേ മോളെ? ഓക്കെ ചേട്ടാ. ഇപ്പോൾ ലീവ് എടുത്തല്ലേ ഉള്ളൂ, ഇല്ല നാട്ടിലോട്ട് ഞങ്ങളും വന്നേനെ. നിസാം പിന്നെ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. മതി മതി,
അവരെ ഓടി വണ്ണം കുറച്ചോളും. നീയായിട്ട് നോക്കി ഒരിക്കൽ കളയണമെന്നില്ല. ഞാനേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നൊരു. അങ്ങനെയാണെങ്കിൽ നീ അകത്തെടുക്കുന്ന തന്നെയാ നല്ലത്. ആശേ ആശേ എന്താടാ? നമുക്കേ ലാൽബാഗ് പാർക്കിൽ പോയാലോ? അവിടെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് എവിടെ സ്വസ്ഥമായിട്ട്. അയ്യാടാ മോൻ ആദ്യം ഇവിടെ കൂടുതൽ നടന്ന് പഠിക്ക്. എന്നിട്ട് മോനെ നടത്താൻ ശരിയാന്ന് തോന്നുമ്പോ ചേച്ചി പറയാം. ആരാ? ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് തിണ്ടിയാ ശല്യം. എന്നാ പിന്നെ നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ? ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തതാ, പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെയാന്ന് വീട്ടുള്ള വിചാരം. പയ്യനെങ്ങനെ കാണാൻ ചുള്ളനാണോ? 40-40 വയസ്സുണ്ട് അങ്ങർക്ക്. പിന്നെ ആ ചേച്ചിയും പിള്ളേരും ഓർത്തിട്ടാ പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത. നമുക്കെന്നാ നേരിട്ട് ചെന്ന് ആളെ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലോ? അയ്യോ അത് വേണ്ട. മലയാളിയാണോ അയാള്? അതെ. എന്നാ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കോളും. വെറുതെ പ്രശ്നമൊന്നും വേണ്ട. ഞാനും ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. നീ അയാളെ വിളിച്ചിട്ട് നാളെ ഫ്രീ ആണെന്ന് നോക്കി. എന്നിട്ട് നീ ചോദിക്കേ. കാശിൻ്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. കാശിൻ്റെ കാര്യത്തിലേ നീ ടെൻഷൻ അടിക്കണ്ട. നീ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നേ? ഞാനല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. മൂട് കളയല്ലേ. ആരും വരില്ല. പ്ലീസ് പെട്ടെന്ന് പോവാം. പ്ലീസ്. ഇവിടൊന്നും ആരും വരില്ലെന്നേ. എവിടെ പോയി കിടന്നടോ? നീ തന്നെ കൊടുത്തില്ലേ? ഇനി നീ ഒരു 2 മിനിറ്റ് വെയിറ്റ്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. വേണ്ട, വാ നമുക്ക് പോവാം. നീ പറഞ്ഞു കേക്ക്. വാ വരാന്നേ. സാർ വേണ്ട സാർ. വാടാ സാർ. പ്ലീസ് സാർ. പ്ലീസ് സാർ. സാർ അടയ്ക്കില്ല സാർ. സോറി. അവിടെ പറയൂ.